വന്യജീവി ആക്രമണങ്ങളിൽ നിരന്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ വയനാട്ടുകാർ. അപകടകാരികളായ കടുവകൾ മനുഷ്യജീവൻ അപഹരിക്കുന്നതിന് പരിഹാരമായിട്ടാണ് 2022 വയനാട് കുറിച്യാട് വനമേഖലയിൽ അനിമൽ ഹോസ്പൈസ് സെൻറ്റർ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സർക്കാർ ആരംഭിച്ചത്. പിടികൂടുന്ന കടുവകളെ വീണ്ടും വനത്തിൽ തുറന്നുവിടാതെ ഹോസ്പൈസിലെ എത്തിച്ച് മരണം വരെ അവിടെ പാർപ്പിക്കുന്നതാണ് ഇതിൻ്റെ പ്രക്രിയ. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ 50 കടുവകളെ മനുഷ്യജീവന് അപകടകരമായതെന്ന് കണ്ടെത്തി പിടികൂടിയിരുന്നു. അതിൽ 47 കടുവകളും വയനാട്ടിൽ നിന്നായിരുന്നു. ഈ കാലയളവിൽ കടുവകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 12 പേരിൽ 9 പേരും വയനാട്ടിൽ നിന്നുള്ളവർ. വയനാട്ടിൽ അപകടകാരികളായ കടുവകൾ നിരന്തരം മനുഷ്യവാസ മേഖലകളിലെത്തുകയും നിരവധി പേർ കടുവകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് അപകടകാരികളായ കടുവകളെ ആജീവനാന്തം പാർപ്പിക്കുന്നതിനായി സർക്കാർ അനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് 2022 തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 10-13 വർഷത്തിനിടയിൽ ഏകദേശം 12ഓളം ആൾക്കാരെ കടുവയുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് കേരളത്തിൽ. അതിൽ 9 കേസുകളും വയനാട്ടിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം വയനാടെന്ന് പറയുന്നത് കഴിഞ്ഞൊരു 15 വർഷത്തോളം കാലമായിട്ട് ഇത്തരത്തിൽ കടുവ മനുഷ്യൻ ആയിട്ടുള്ള സംഘർഷം ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ജില്ലയാണ്. 2022 ഫെബ്രുവരി മാസം 26-ാം തീയതിയാണ് നമ്മുടെ ആനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന പേരിൽ നമ്മുടെ ഈ ഒരു സംവിധാനം വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വയനാട് വന്യജീവി സങ്കേതത്തിന് കീഴിലുള്ള കുറിച്യാട് വനമേഖലയിലാണ് ഈ സംരംഭത്തിന് തുടക്കമായത്. പിടികൂടിയ ആക്രമണകാരികളായ പല കടുവകളും പരിക്കുകൾ കൊണ്ടും പ്രായാധിക്യം കൊണ്ടും അവശരായിരുന്നു. പിടികൂടുന്ന കടുവകളെ കാട്ടിലെവിടെയെങ്കിലും തുറന്നുവിടുന്ന പക്ഷം അവ വീണ്ടും നാട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വന്നതോടെ കടുവകളെ ഇങ്ങനെ മറ്റിടങ്ങളിൽ തുറന്നുവിടാതെ അവയുടെ മരണം വരെ ഹോസ്പൈസിൽ പാർപ്പിക്കുന്നതാണ് പദ്ധതി. നിലവിൽ വയനാട്ടിലെ അനിമൽ ഹോസ്പൈസിൽ 7 കടുവകളാണ് ഉള്ളത്. ഈ കടുവകളെ ഇനിയൊരിക്കലും വനത്തിലേക്ക് തുറന്നുവിടില്ലാത്തതിനാൽ അത്തരം ആശങ്കകൾക്ക് ഇനി അടിസ്ഥാനവുമില്ല. ന്യൂസ് ഡെസ്ക് 24.